ഇന്ന് പരിശുദ്ധമായ മുഹറം 9-ാം രാവാണ്, താസുആ രാവാണ്. ഈ പരിശുദ്ധമായ രാത്രിയിലും പകലിലുമൊക്കെ മനോഹരമായ ഒരു ദിക്റും അതുപോലെ ഒരു സൂറത്തും നിങ്ങൾ പാരായണം ചെയ്താൽ ഒരു കൊല്ലം അപകടങ്ങളിൽ നിന്ന് അള്ളാഹു നിങ്ങൾക്ക് കാവൽ നൽകും. ഒരു വർഷം അപകടങ്ങളിൽ നിന്ന് പടച്ചോനൊരു പ്രൊട്ടക്ഷൻ അങ്ങ് തരും, വല്ലാത്തൊരു കാവൽ. ഇന്ന് എല്ലായിടങ്ങളിലും അപകടമാണല്ലേ. കുഞ്ഞു മക്കളെപ്പോലും പുറത്തേക്ക് ഇറക്കി വിടുമ്പോൾ നമുക്ക് സമാധാനമില്ല. അവിടെയൊക്കെ റബ്ബിൻ്റെ കാവൽ ഇങ്ങനെ ഇറങ്ങും. ഇപ്പോൾ മുഹറം 9-ാം രാവിലും പകലിലും 10-ാം രാവിലും പകലിലും ഈ ദിക്റും, ആ ദിക്റും ആയത്തിൻ്റെ ഭാഗം തന്നെയാണ്. ഈ അത്ഭുത ദിക്റും ഒരു ചെറിയ സൂറത്തുണ്ട്, ഒന്ന് പതിവാക്കി നോക്കിക്കേ, ലൈഫ് കളറാകും. മാരക വിപത്തുകളിൽ നിന്ന് പോലും അള്ളാഹു കാവൽ തരും. 5000 രൂപ സമ്മാനമായി ലഭിക്കുന്ന ചോദ്യം വീഡിയോയിലുണ്ട്, മുഴുവനായി കാണുക, ഉത്തരം കമൻറ്റ് ചെയ്യുക, നാമുമായി ബന്ധപ്പെട്ട എല്ലാവരിലേക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. അല്ലാഹു റബ്ബുൽ ആലമീൻ അവൻ്റെ യഥാർത്ഥ മുത്തഖീങ്ങളിൽ നാം ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. എന്തൊക്കെയുണ്ട് എല്ലാവരുടെയും വിശേഷം? സന്തോഷമല്ലേ? എവിടെ പുഞ്ചിരിച്ചുകൊണ്ടൊരു ഹംദ് പറഞ്ഞ് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. മാഷാ അല്ലാഹ്, ഈ ഒരു ഹംദിൻ്റെ ബർക്കത്തുകൊണ്ട് ഹൃദ്യമായൊരു പ്രഭാതവും അതിമനോഹരമായൊരു ദിവസവും സമ്മാനമായി തന്ന് കരുണക്കടലായ റബ്ബുൽ ആലമീൻ നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. കടന്നു വരുന്നത് മുഹറം 9-ൻ്റെ താസുആയിൻ്റെ രാവാണ്. ഇന്ന് കുറേ ആളുകൾ മുഹറം 9-ാമത്തെ നോമ്പനുഷ്ഠിക്കുന്നവരും ഉണ്ട്. വ്യത്യസ്ത ഖാദിമാരുടെ അഭിപ്രായ ഭിന്നതക്കനുസരിച്ച് അവരവരെ പിന്തുടരുന്ന ആളുകൾ മുഹറം 9-ാം രാവും പരിഗണിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇത് മുഹറം 9 നോക്കുന്നവരുമുണ്ട്. അപ്പോൾ എല്ലാവർക്കും കൂടെ പറ്റുന്ന ഒരു മനോഹരമായ ദിക്റും അതിവിശിഷ്ടമായ ഒരു സൂറത്തുമാണ് നമ്മളിന്ന് പഠിക്കുന്നത്. മുഹറം 1 മുതൽ 10 വരെ എന്ന് പറയുന്നത് തന്നെ രക്ഷയുടെ ദിനരാത്രങ്ങളാണ് അല്ലേ. അതിൽ തന്നെ ഏറ്റവും പ്രത്യേകതയുള്ള സമയങ്ങളാണ് ആ 9-ാമത്തെയും 10-ാമത്തെയും ദിവസം എന്ന് പറയുന്നത്. 1 മുതൽ 10 വരെ അടിപൊളി ദിവസങ്ങളാണ്. അതിലേറ്റവും ശ്രേഷ്ഠമായത് മുഹറം 9ഉം 10ഉം. അതിലേറ്റവും ശ്രേഷ്ഠമായതോ മുഹറം 10-ാമത്തെ ദിവസമാണ്. അത് രക്ഷയുടെ ദിനരാത്രങ്ങളാണ്. അല്ലാഹു റബ്ബുൽ ആലമീൻ നമുക്ക് രക്ഷ ഇറക്കിത്തരുന്ന നിമിഷങ്ങളാണ്. അതിലേറ്റവും ശ്രേഷ്ഠമായ ദിക്ർ എന്താണെന്ന് നമ്മൾ ഓൾറെഡി പഠിച്ചു കഴിഞ്ഞു. അതേതാണ്? മഹാനായ നബിയുല്ലാഹി യൂനുസ് അലൈഹി സ്വലാത്തു വസ്സലാം ആഴക്കടലിലേക്ക് വലിച്ചെറിയപ്പെട്ടു. നമ്മൾ ചിന്തിച്ചു നോക്കിയേ, ആഴക്കടലിലേക്ക് വീണാൽ നമ്മൾ ആർക്കെങ്കിലും രക്ഷിക്കാൻ പറ്റുമോ? അതിനുള്ള എന്ത് മെഷീനറിയാണെന്ന് ലോകത്തുള്ളത്? ആഴങ്ങളിലേക്ക് മുങ്ങിപ്പോയി കഴിഞ്ഞാൽ രക്ഷിക്കാൻ വല്ലതുണ്ടോ? ഒന്നുമില്ല. ഇനിയൊരു മത്സ്യം വിഴുങ്ങുക കൂടെ ചെയ്താലോ നമ്മളപ്പോഴത്തേക്കും മരിച്ചിട്ടുണ്ടാവും. ഒന്ന് ആലോചിച്ച് നോക്കി നിങ്ങൾ. അപ്പോൾ ആ മനുഷ്യന് ജീവനോടെ നിലനിർത്താനും ആ മത്സ്യം വിഴുങ്ങിയപ്പോഴും അവിടെ കിടന്നുകൊണ്ട് രക്ഷയുടെ ദിക്ർ ചൊല്ലിയ നബിയുല്ലാഹി യൂനുസ് അലൈഹി സ്വലാത്തു വസ്സലാം. ആ ദിക്ർ ഒരു ബോധ്യത്തിലങ്ങ് ചൊല്ലിയാൽ അള്ളാഹ് നമ്മളങ്ങ് ഏറ്റെടുക്കുന്നേ, അള്ളാഹ് ഉയർത്തിക്കൊണ്ടുവരും. കടക്കണിയിൽ മുങ്ങി നിൽക്കുന്ന ആളുകളുണ്ട്. ഉസ്താദേ, എൻ്റെ ജീവിതം തൊലാക്കിൻ്റെ വക്കീലാണ്, ഒന്ന് ഒഴിവായി കിട്ടണം ഉസ്താദേ. ഭർത്താവിന് നല്ല മനസ്സ് കൊടുക്കണം. മുക്കല്ലിബുൽ കുലൂബാരാണ്, ഹൃദയങ്ങളെ മാറ്റിമറിക്കുന്നവൻ അള്ളാഹു അല്ലേ. ഈ ദിക്ർ മുറുകെ പിടിച്ചോ. എൻ്റെ ഭർത്താവ് ഭയങ്കര മദ്യപാനിയാണ് ഉസ്താദ്, ഈ ദിക്ർ മനസ്സറിഞ്ഞ് ചൊല്ലിക്കോ. നിങ്ങൾ ഏത് പ്രയാസത്തിലാണോ പെട്ടുകിടക്കുന്നത് ആ പ്രയാസത്തിൽ നിന്ന് പുഷ്പം പോലെ അള്ളാഹു നിങ്ങളെ ഉയർത്തിക്കൊണ്ടുവരും. എത്ര വലിയ പ്രതിസന്ധിയിൽ നിന്നും അള്ളാഹ് കൈപിടിക്കും. യൂനുസ് നബിയെ ആഴക്കടലിലെ മത്സ്യത്തിൻ്റെ വയറ്റിനകത്ത് നിന്ന് റബ്ബുൽ ആലമീൻ രക്ഷപ്പെടുത്തിയതുപോലെ. അപ്പോൾ മുഹറം 9-ാമത്തെ രാവും പകലും 10-ാമത്തെ രാവും പകലും ഒക്കെ പ്രാർത്ഥനക്കുത്തരമുള്ള നിമിഷങ്ങളാണ് അല്ലേ. പ്രാർത്ഥനക്കുത്തരമുള്ള നിമിഷങ്ങളാണ്. എന്താ അള്ളാഹുവോട് ഇപ്പോൾ ചോദിക്കുക? പടച്ചോൻ എൻ്റെ കടം വീട്ടണയല്ല ചോദിക്കാം. പടച്ചോൻ എൻ്റെ കച്ചവടത്തിൽ ബർക്കത്ത് ചെയ്യണയല്ല ചോദിക്കാം. എൻ്റെ മക്കളെ നന്നാക്കണയല്ല ചോദിക്കാം. കുട്ടികളെ തരണയല്ല ചോദിക്കാം. ഇതിലേക്കാളൊക്കെ ഉപരി നമുക്ക് എന്താ ചോദിക്കാനുള്ളത്? പടച്ചോനെ എൻ്റെ ഈമാൻ സലാമത്താക്കണയല്ല അല്ലേ. അതല്ലേ വേണ്ടത്? നമുക്ക് ദുനിയാവൊക്കെ ലഭിച്ചിട്ട് അവസാനം നമ്മൾ ദുനിയാവിൽ നിന്ന് വിട പറയുന്ന വേളയിൽ എല്ലാം തകർന്നു പോയാലുള്ള അവസ്ഥ എന്താണ്? ബാക്കിയൊക്കെ ചോദിക്കാം, ആദ്യം അള്ളാഹിനെ ചോദിക്കണം. പടച്ചോനെ നിൻ്റെ തൃപ്തി വേണം അല്ലാ, ഈമാൻ സലാമത്തായി കിട്ടണം അല്ലാ. ധാരാളം ചോദിക്കുക. അള്ളാഹു തൗഫീക്ക് ചെയ്യട്ടെ. അപ്പോൾ ഈ പരിശുദ്ധമായ മുഹറം 9-ൻ്റെ രാത്രിയിലും അതുപോലെ തന്നെ പകലിലും 10-ൻ്റെ രാത്രിയിലും പകലിലും ഒക്കെ ധാരാളം ഈ ദിക്ർ ചൊല്ലുന്നതോടൊപ്പം ഒരു മനോഹര സൂറത്തും കൂടെ നിങ്ങളൊന്ന് പാരായണം ചെയ്യണം. ചെറിയ സൂറത്ത്. ഈ സൂറത്ത് പാരായണം ചെയ്താൽ നിങ്ങൾക്ക് എന്താ കിട്ടുക? നിങ്ങൾക്ക് വലിയ കാവൽ. ഒരു വർഷം അല്ലാഹു റബ്ബുൽ ആലമീൻ അപകടങ്ങളിൽ നിന്ന് നിങ്ങൾക്ക് കാവൽ തരുമെന്ന് മഹത്തുക്കൾ പഠിപ്പിക്കുകയാണ്. എത്ര വലിയ പ്രയാസവും നീങ്ങും, എത്ര വലിയ കടവും നീങ്ങും, എത്ര വലിയ കണ്ണേറും നീങ്ങും. സുബ്ഹാനക യാ റബ്ബ്. ഏതാണ് ആ സൂറത്ത്?
ആ സൂറത്തുൽ ഫീൽ. സൂറത്തുൽ ഫീൽ ഒരുപാടൊന്നും ചെയ്യാൻ പറ്റില്ല ഉസ്താദെ, ഒരുപാട് അമലൊന്നും ചെയ്യാൻ പറ്റില്ല. സൂറത്തുൽ ഫീൽ നിങ്ങൾക്ക് ഒരു തവണയെങ്കിലും ഓതാൻ പറ്റുമോ? മനസ്സറിഞ്ഞ് അത് മതി എന്ന് പറഞ്ഞാൽ അത് മാത്രം എടുക്കാൻ വേണ്ടി കാത്തിക്കരുത്. നമ്മളെ കൊണ്ട് പറ്റുന്ന അമലുകൾ ചെയ്തിട്ട് ഈ ഒരു സൂറത്തും കൂടെ ഒന്ന് ഓതി നോക്ക്. അടിപൊളിയാണ്. അല്ലാഹു റബ്ബുൽ ആലമീൻ്റെ കാവൽ പടച്ചവൻ ഇറക്കിത്തരും. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അലം തറ കൈഫ ഫഅല റബ്ബുക ബി അസ്ഹാബിൽ ഫീൽ ألم يجعل كيدهم في تضليل وأرسل عليهم طيرا أبابيل ترميهم بحجارة من سجيل فجعلهم كعصف مأكول. വലിയൊരു ആനപ്പട അള്ളാൻ്റെ കഅബ പൊളിക്കാൻ വന്നു. ആ കഅബ പൊളിക്കാൻ വന്ന ആനപ്പടയെ അള്ളാഹ് തകർത്ത് കളഞ്ഞത് വളരെ വളരെ ചെറിയ ഒരു പറവയെ കൊണ്ടാണ്. ആ പറവയുടെ വായിൽ ചുടുകല്ലുകൾ ഘടിപ്പിച്ചു വെച്ചു. ഇല്ലേ, ചുടുകല്ലും കൊത്തിക്കൊണ്ടുവന്ന് കൂട്ടമായി പറന്നു വന്ന ആ പക്ഷികൾ ആനയുടെ മുകളിലേക്കിടുന്നു, ശത്രുക്കളുടെ മുകളിലേക്കിടുന്നു. അതിങ്ങനെ ചവച്ചരച്ച വൈക്കോൽ കൂന പോലെ ആയിത്തീർന്നു എന്ന് പരിശുദ്ധ ഖുർആൻ. അത്ര വലിയ അത്ഭുതങ്ങൾ സംഭവിച്ച ആ മനോഹരമായ ചരിത്രം പറയുന്ന സൂറത്താണ് സൂറത്തുൽ ഫീൽ എന്ന് പറയുന്നത്. ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നുണ്ട്, മൻ ഖറഅ സൂറത്തുൽ ഫീൽ, നിങ്ങൾ ജീവിതകാലം മുഴുവൻ എല്ലാ ദിവസവും സൂറത്തുൽ ഫീൽ പാരായണം ചെയ്താൽ, എത്ര തവണയെന്ന് പറഞ്ഞിട്ടില്ല, അപ്പോൾ ഒരു തവണയെങ്കിലും നിങ്ങളൊന്ന് പാരായണം ചെയ്താൽ നിങ്ങൾക്ക് അല്ലാഹു എല്ലാ പ്രശ്നങ്ങളിൽ നിന്നും രക്ഷയാണ്, ജീവിതകാലം മുഴുവൻ രക്ഷ നൽകുമെന്ന് പരിശുദ്ധ റസൂലുള്ളാഹി. പ്രത്യേകിച്ച് ഈ മുഹറം 10 മുഹറം 9 എന്നൊക്കെ പറയണത് നമ്മുടെ ജീവിതത്തിൻ്റെ ദിശ നിർണ്ണയിക്കുന്ന, ദിശ മാറ്റിമറിക്കുന്ന മനോഹരമായ നിമിഷങ്ങളാണ്. ഒരുപാട് അമ്പിയാക്കളെ അല്ലാഹു പ്രതിസന്ധികളിൽ നിന്ന് കൈപിടിച്ച നിമിഷങ്ങളാണ്. അപ്പോൾ ആ സമയത്ത് ഈ സൂറത്തൊക്കെ ഓതിയിട്ട് അള്ളാഹിനോട് ദ്വാരക്കുമ്പോൾ അതിന് വല്ലാത്ത പ്രത്യേകതയുണ്ട്. ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, ഭൂമി കുലുങ്ങുന്നതിൽ നിന്ന്, ഇല്ല ഭൂമി കുലുങ്ങിയാൽ പോലും അല്ലെങ്കിൽ കോലം മറിച്ചാൽ പോലും നിങ്ങളെ അത് രക്ഷപ്പെടുത്തുന്നതാണ്. ഇദാ സുൽസിലത്തിൽ അർളു സിൽസാലഹാ വഅഖ്റജത്തിൽ അർളു അസ്ഖാലഹാ വഖാലൽ ഇൻസാനു മാ ലഹാ യൗമഇദിൻ തുഹദ്ദിസു അഖ്ബാറഹാ. ശബ്ദം ഇത്തിരി അടഞ്ഞിരിക്കുകയാണ്. എന്നാൽ അൽഹംദുലില്ലാഹ് സുബ്ഹാനല്ലാഹിൽ പങ്കെടുക്കുമ്പോൾ വല്ലാത്തൊരു സന്തോഷമാണ്. അൽഹംദുലില്ലാഹ് അള്ളാഹു നിലനിർത്തി തരുമാറാകട്ടെ. ഞാനിങ്ങനെ ചിന്തിക്കുകയാണ്, നമുക്ക് ഈ സ്വഭാവുൽ ഖൈറിൽ പങ്കെടുക്കാൻ തുടങ്ങിയതിന് ശേഷം എത്ര മാറ്റങ്ങളല്ലേ അള്ളാഹ് തന്നിട്ടുള്ളത്. ഇപ്പോൾ ഞാൻ നിങ്ങളോട് പറഞ്ഞില്ലേ, ഈ കഴിഞ്ഞൊരു കൊല്ലത്തിനിടയ്ക്ക് എന്തോരം അപകടങ്ങളാണ് നിരന്തരം. ഇപ്പോൾ ഇതേ സമയത്താണ് കഴിഞ്ഞ വർഷം നമ്മുടെ കാറ് ആക്സിഡൻ്റ് ആകുന്നത്. ആ കാറ് കണ്ടപ്പോൾ പലരും ചോദിച്ചത് ഉസ്താദിന് എന്തെങ്കിലും പറ്റിയിട്ടുണ്ടാവുമെന്നാണ്. പക്ഷേ അൽഹംദുലില്ലാഹ് ഒരു കുഴപ്പമുണ്ടായില്ല. അല്ലേ, നമുക്കൊരു പ്രയാസവും അല്ലാഹു റബ്ബുൽ ആലമീൻ തന്നിട്ടില്ല. എന്തതിന് കാരണം? അതിന് നമ്മൾ ഈ പഠിക്കുന്ന ദിക്റുകൾ, ഈ ചൊല്ലുന്ന ദിക്റുകൾ, അൽഹംദുലില്ലാഹ്. അതുപോലെ തന്നെ നിങ്ങളുടെയൊക്കെ ദുആകൾ. നമ്മൾ ഈ സ്വബാഹുൽ ഖൈർ എന്ന് പറയുന്നത് ഒരു കുടുംബമാണ്. നമ്മളെല്ലാവരും ഒന്നിച്ച് ആമീൻ പറയുമ്പോൾ ഒരു കുടുംബത്തിനെന്നോണം നമുക്കൊക്കെ അതിൻ്റെ ഫലം കിട്ടുകയാണ്. അല്ലേ, സ്വബാഹുൽ ഖൈർ കുടുംബം. എന്തൊരു മനോഹരമായ പേരാണ് ആ കുടുംബത്തിൻ്റേത്. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. അപ്പോൾ ഈ അലം തറ കൈഫ സൂറത്ത് ഓതുന്നവരെ അള്ളാഹു ഭൂമി കുലുക്കത്തിൽ നിന്ന് കാത്തുരക്ഷിക്കും. മാത്രമല്ല കോലം മറിക്കുന്നതിൽ നിന്ന്. പഴയകാല സമൂഹത്തെ അള്ളാഹു കോലം മറിച്ചിട്ടുണ്ട്, പന്നിയുടെ രൂപത്തിലേക്ക്, കുരങ്ങൻ്റെ രൂപത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഒരുപാട് പുത്തൻവാദികളുടെ മരണവേളയിൽ വളരെ മോശം രൂപത്തിലേക്ക് മുഖം മാറിപ്പോയിട്ടുണ്ട്. കാരണം അള്ളാഹിനെ, റസൂലുള്ളാഹിനെയൊക്കെ പരിഹസിച്ച ഒരുപാട് ആളുകൾ. ഏതായാലും അല്ലാഹു റബ്ബുൽ ആലമീൻ ഈ സൂറത്ത് പാരായണം ചെയ്യുന്നവരെ അത്തരം അപകടങ്ങളിൽ നിന്ന് കാത്ത് സംരക്ഷിക്കുമെന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കാൻ. അപ്പോൾ നമ്മൾ ഒരു തവണയെങ്കിലും ഓതണ്ട, ഏറ്റവും ചുരുങ്ങിയത് ഒരു തവണ. ഉസ്താദെ ഞങ്ങൾ 100 തവണ ഓതാൻ തയ്യാറാണെന്നാണ്. അല്ലേ, ഏതായാലും ഇതിൻ്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണ്? ഒന്ന്, ജീവിതത്തിൽ അപകടത്തിൽ നിന്ന് കാവലാണ്. എല്ലാ അപകടങ്ങളിൽ നിന്നും അള്ളാഹു പ്രത്യേകമായ കാവൽ. ഒരു പ്രത്യേകിച്ച് ഇന്ന് നമ്മൾ ഓതുമ്പോൾ അല്ലെങ്കിൽ നാളെ ഓതുമ്പോൾ മുഹറം 9, 10 ഓതുമ്പോൾ ഒരു കൊല്ലം അള്ളാഹു അങ്ങ് കാവൽ തരും. സുബ്ഹാനക യാ റബ്ബ്. എത്ര വലിയ പ്രശ്നങ്ങളിൽ നിന്നും അള്ളാഹു നമ്മളെ അങ്ങ് കൈപിടിക്കും. ഒരു തവണയെങ്കിലും ഏറ്റവും ചുരുങ്ങിയത് ഡെയിലി ഓതാൻ പറ്റണം. രണ്ടാമത്തേത്, ശത്രു, നമ്മൾ ഉപദ്രവിക്കാൻ വരുന്ന ശത്രുവിൻ്റെ മുഖത്ത് നോക്കിയിട്ട് സൂറത്തുൽ ഫീൽ പാരായണം ചെയ്താൽ അവൻ്റെ കുതന്ത്രങ്ങളൊന്നും ഫലിക്കൂല. ഒന്നും ഫലിക്കൂല. പിന്നെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. പിന്നെ വന്നാൽ പോയി. ഇതൊക്കെ ഉറച്ച വിശ്വാസത്തോടുകൂടെ ചെയ്യേണ്ടതാണ്. അള്ളാഹിൻ്റെ ഔലിയാക്കൾ പറഞ്ഞു തന്ന കാര്യമല്ലേ. ഉറച്ച വിശ്വാസം ഉണ്ടെങ്കിൽ മാത്രമാണ് ഇതൊക്കെ നടക്കുക. അല്ലെങ്കിൽ ട്രൈ ചെയ്ത് നോക്കാം, ഏതായാലും ഉസ്താദ് പറഞ്ഞതല്ലേ. ഒന്നും നടക്കൂല. അപ്പോൾ ആ ബോധ്യത്തിൽ ശത്രുവിൻ്റെ മുഖത്തേക്ക് നോക്കി തോന്നുകയാണെങ്കിൽ ശത്രുവിൻ്റെ കുതന്ത്രങ്ങൾ ഫലിക്കില്ല, ബാത്തിലായി പോകും. മറ്റൊരു പ്രത്യേകത, എത്ര വലിയ കണ്ണേറിനെയും ബാത്തിലാക്കും.
ചില സമയങ്ങളിലൊക്കെ സിഹറിനേക്കാൾ ഡേഞ്ചറാണ് എന്ത്? കണ്ണേർ എന്ന് പറയുന്നത്. അപ്പോൾ ആ കണ്ണേർ ബാധിച്ചിട്ടുണ്ടെങ്കിൽ ആ കണ്ണേറിനെ പോലും തകർത്ത് കളയാൻ സൂറത്തുൽ ഫീലിന് പറ്റും എന്നുള്ളതാണ്. അപ്പോൾ മുഹറം 9, 10, 11 ഒക്കെ സുബ്ഹാനക യാ റബ്ബ് ഈ സൂറത്ത് പാരായണം ചെയ്യും. ഏറ്റവും ചുരുങ്ങിയത് ഇന്നത്തെ രാത്രി, അതുപോലെ നാളത്തെ പകൽ, നാളത്തെ രാത്രി, മറ്റന്നാളത്തെ പകലൊക്കെ ഒരു 11 തവണയെങ്കിലും ഈ സൂറത്തുനിന്ന് പാരായണം ചെയ്താൽ വല്ലാത്ത മഹത്വമാണ്. പിന്നെ ഗുണമുള്ളൊരു കാര്യം കൂടെ പറഞ്ഞുതരാം. നമ്മുടെ സുബ്ഹിയുടെ മുമ്പുള്ള 2 റക്അത്ത് സുന്നത്ത് നിസ്കാരം ഉണ്ടല്ലോ, ആ നിസ്കാരത്തിൽ നമ്മൾ അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞ് കൈകെട്ടുന്നു, വജ്ഹത്ത് ഓതുന്നു, ഫാത്തിഹ ഓതുന്നു, പിന്നെ അലം നശ്റഹ് സൂറത്ത് ഓതുക. ഏത് സൂറത്താണ്? അലം നശ്റഹ് സൂറത്ത്. 2ാമത്തെ റക്അത്തിലേക്ക് നമ്മൾ സാധാരണ നിസ്കരിക്കണോ നിസ്കരിച്ച് 2ാമത്തെ റക്അത്തിലേക്ക് എഴുന്നേറ്റ് വന്നു, ഫാത്തിഹ ഓതി, ശേഷം ഏത് സൂറത്താണ്? അലം തറ കൈഫ സൂറത്ത് പാരായണം ചെയ്യുക. അവർക്ക് ശത്രുക്കളുടെ ഉപദ്രവത്തിൽ നിന്ന് അല്ലാഹു കാവൽ തരും. നമ്മുടെ ഏറ്റവും വലിയ ശത്രു ആരാ? അത് ശൈത്വാനാണ് അല്ലേ? ശപിക്കപ്പെട്ട പിശാചാൻ. ആ പിശാചിൽ നിന്ന് വരെ കാവൽ കിട്ടാൻ ഇങ്ങനെ ഓതിയാൽ മതി എന്നാണ്. ആ ബോധ്യത്തിൽ ഓതണം. ഇനി ദുനിയാവിലെ ശത്രുക്കളുണ്ടോ? നമ്മൾ ഇടങ്ങേറാക്കുന്നവരുണ്ടോ? അല്ലാഹു കാവൽ തരുന്നേ, പിന്നെ എന്തിനാ പേടിക്കുന്നേ? അതുപോലെ തന്നെ എന്നും വേദനയാണ്, ശരീരം വേദനയാണ് ഉസ്താദേ, അടുക്കള കയറാൻ പറ്റുള്ള ഉസ്താദേ, രാവിലെ തുടങ്ങും നടുവേദന, കാലുവേദന, കൈവേദന, നിരന്തരം വേദനകളാണെന്ന് പറയുന്നവർ ഇതുപോലെ സുബ്ഹിക്ക് മുമ്പുള്ള 2 റക്അത്ത് സുന്നത്ത് ഈ സൂറത്തുകൾ ഓതി ഒന്ന് നിസ്കരിച്ച് നോക്കിയാൽ നിങ്ങളുടെ വേദനകൾ അല്ലാഹു മാറ്റിത്തരും. ഇനി മുഹറം 9, 10 കടന്നു വരുമ്പോൾ ഏറ്റവും പ്രാധാന്യമുള്ളൊരു കാര്യമാണ് നോമ്പ് പിടിക്കുക എന്ന് പറയുന്നത്. മുഹറം 10ൻ്റെ നോമ്പ് 1 വർഷത്തെ പാപങ്ങൾ പൊറുപ്പിക്കുമെന്ന് ഷഫീഉനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നോമ്പിൻ്റെ നിയ്യത്തൊക്കെ എല്ലാവരും പഠിച്ചു അല്ലേ? മുഹറം 9ാമത്തെ നോമ്പിൻ്റെ നിയ്യത്ത് എങ്ങനെയാണ്? സുന്നത്താക്കപ്പെട്ട താസുആ നോമ്പ് അല്ലാഹു തആലക്ക് വേണ്ടി നോറ്റ് വീട്ടുവാൻ ഞാൻ കരുതി. സിമ്പിൾ. മുഹറം 10ൻ്റെയോ സുന്നത്താക്കപ്പെട്ട ആശുറാ നോമ്പ് അല്ലാഹു തആലക്ക് വേണ്ടി നോറ്റ് വീട്ടുവാൻ ഞാൻ കരുതി. അതോടൊപ്പം നമുക്ക് ഫർലായ ഖളാ ആയിപ്പോയ നോമ്പ് പിടിക്കാം, കുഴപ്പമില്ല, പിടിക്കാൻ പറ്റും, നല്ല കാര്യമല്ലേ, പിടിച്ചു വിട്ടുക. ഇനി അതും പറ്റുന്നില്ലെങ്കിലോ നമുക്ക് നേർച്ചയാക്കിയത് വെക്കാം. 2-1 പറ്റുള്ളൂ, 2 ഫർള് ഒരുമിച്ച് പറ്റില്ല. സുന്നത്ത് എത്ര വേണമെങ്കിലും അതിനോടൊപ്പം ചേർക്കാൻ പറ്റുന്നതാണ്. മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കാൻ. പിന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു ദിക്ർ നമ്മൾ പഠിച്ചു അല്ലേ? ആ ദിക്ർ മുഹറം 10ൻ്റെ അന്ന് ചൊല്ലിയാൽ ഈ കൊല്ലം നമ്മൾ മരിക്കൂല എന്നാണ്. മുഹറം 10ൻ്റെ അന്ന് ചൊല്ലിയാൽ ഈ കൊല്ലം മരിക്കില്ല. അതെന്ത് ദിക്റാണ് ഉസ്താദെ അങ്ങനെയൊരു ദിക്ർ? ആ ദിക്ർ ഏതാണ് നമ്മൾ ഇന്നലെ ഒരു വീഡിയോയിൽ പറഞ്ഞിരുന്നു. ഞാൻ ഇൻഷാ അല്ലാഹ് അതിൻ്റെ ലിങ്ക് ഫസ്റ്റ് കമൻറ്റിൽ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. എല്ലാവരും കയറി കണ്ട് ആ ദിക്ർ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചേക്കുക. എന്നിട്ട് മുഹറം 10ൻ്റെ രാവും പകലും ഒക്കെ ധാരാളം ആ ദിക്ർ, ആ ദുആ മനസ്സറിഞ്ഞ് ചൊല്ലുക. അള്ളാഹു നമ്മുടെ മക്കൾക്കൊക്കെ ചൊല്ലാനായിട്ട് അവസരം ഉണ്ടായി കൊടുക്കുക, അവരെ പഠിപ്പിച്ചു കൊടുക്കുക. ഒരു കൊല്ലം, ഈ കൊല്ലം നമ്മൾ മരിക്കൂല. അള്ളാഹു നമുക്ക് വല്ലാത്തൊരു കാവൽ തരും. അള്ളാഹു റബ്ബുൽ ആലമീൻ തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അപ്പോൾ ഈ സമയത്തൊക്കെ ഏറ്റവും പ്രാധാന്യമുള്ളൊരു സംഗതിയാണ് രക്ഷയുടെ ദിക്ർ എന്ന് പറയുന്നത് അല്ലേ? മനസ്സറിഞ്ഞ് ഒരു 11 തവണ ചൊല്ലാൻ പറ്റുമോ? നമ്മൾ പ്രതിസന്ധിയിൽ മുങ്ങി നിൽക്കുമ്പോഴും നമ്മളെ കൈപിടിക്കുന്ന റബ്ബ്, അവൻ കൈവിടൂല. ആ ബോധ്യത്തിൽ തന്നെ ചൊല്ലുക. ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുൻതു മിനൽ ളാലിമീൻ. ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുൻതു മിനൽ ളാലിമീൻ. لا إله إلا أنت سبحانك إني كنت من الظالمين. لا إله إلا أنت سبحانك إني كنت من الظالمين. لا إله إلا أنت سبحانك إني كنت من الظالمين. لا إله إلا أنت سبحانك إني كنت من الظالمين. لا إله إلا أنت سبحانك إني كنت من الظالمين. لا إله إلا أنت سبحانك إني كنت من الظالمين. لا إله إلا أنت سبحانك إني كنت من الظالمين. لا إله إلا أنت سبحانك إني كنت من الظالمين. لا إله إلا أنت سبحانك إني كنت من الظالمين. സുബ്ഹാനക യാ റബ്ബ്. അല്ലാഹു ഈ ദിക്റിൻ്റെ ബറക്കത്തുകൊണ്ട് നമ്മൾ പെട്ടു നിൽക്കുന്ന ഏത് പ്രതിസന്ധിയിൽ നിന്നും അവൻ കരകയറ്റി തരട്ടെ. ഇന്നലെ നമ്മൾ ചോദിച്ച ചോദ്യം എന്താണ്? 5000 രൂപ സമ്മാനമായി ലഭിക്കുന്ന ചോദ്യം. മഹദിയായ സയ്യിദത്തുന ആമിന ബീവി, നമ്മുടെ പൊന്നുമ്മ അല്ലേ, റളിയല്ലാഹു അൻഹ, വഫാത്താകുമ്പോൾ മുത്തുനബിക്ക് എത്ര വയസ്സായിരുന്നു? 6 വയസ്സായിരുന്നു അല്ലേ? എല്ലാവരും കമൻറ്റ് ചെയ്തിട്ടുണ്ട്. അള്ളാഹു അടുത്ത മദത് തന്ന് നമ്മെ അനുഗ്രഹിക്കട്ടെ. ഉമ്മാനെ കാണാൻ അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. ഇന്നത്തെ ചോദ്യം, കർബലയിൽ ഷഹീദായ മുത്ത് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേരക്കുട്ടിയുടെ പേരെന്താണ്? കർബലയിൽ ഷഹീദായ ആ മഹാൻ്റെ പേരെന്താണ്? കമൻറ്റ് ചെയ്യുക.
അള്ളാഹു എല്ലാവർക്കും ഖൈറും ബറക്കത്തും നൽകുമാറാകട്ടെ. അപ്പോൾ കൃത്യം 7:15 മജ്ലിസ് ഉണ്ട്, നഷ്ടപ്പെടുത്തി കളയരുത്, എല്ലാവരും പങ്കെടുക്കണം കേട്ടോ. അതുപോലെ രാവിലെ 10 മണിക്കും ഉച്ചയ്ക്ക് 2 മണിക്കും ഒക്കെ വരുന്ന വീഡിയോസ് നമ്മുടെ ജീവിതത്തിൽ അന്വർത്ഥമാക്കേണ്ട കാര്യങ്ങളാണ്. അതുപോലെ ഫസ്റ്റ് കമൻറ്റിൽ പിൻ ചെയ്ത് വെച്ചിട്ടുള്ള ആ മനോഹരമായ ദുആയും അതൊക്കെ കയറി കണ്ട് ജീവിതം അടിപൊളിയാക്കി എടുക്കണം. അള്ളാഹു തൗഫീക്ക് നൽകട്ടെ. പതിവായി ചൊല്ലുന്ന ദിക്ർ സുബ്ഹാനല്ലാഹി വബിഹംദിഹി عدد خلقه ورضا نفسه وزنة عرشه ومداد كلماته سبحان الله وبحمده عدد خلقه ورضا نفسه وزنة عرشه ومداد كلماته سبحان الله وبحمده عدد خلقه ورضا نفسه وزنة عرشه ومداد كلماته الحمد لله رب العالمين اللهم صل على سيدنا محمد وعلى آل سيدنا محمد. അർഹമുറാഹിമായ കരുണക്കടലായ റബ്ബേ, ഈ സദസ്സ് നീ സ്വീകരിക്കണേ അല്ലാ. നീ ഖായിബാക്കല്ലേ അല്ലാ. നീ തഴഞ്ഞാൽ പോകാനൊരിടമില്ല അല്ലാ. രക്ഷയുടെ മന്ത്രങ്ങൾ ഞങ്ങൾ ചൊല്ലിയിട്ടുണ്ട്, അതിൻ്റെ ബറക്കത്ത് കൊണ്ട് നീ ഞങ്ങളെ കൈപിടിക്കണേ അല്ലാ. പഠിച്ചതെല്ലാം അന്വർത്ഥമാക്കാൻ തൗഫീക്ക് നൽകണേ അല്ലാ. പാവപ്പെട്ട യതീമായ ഒരു പെൺകുട്ടിക്ക് വേണ്ടി, അതുപോലെ തന്നെ പാവപ്പെട്ട ഒരു ഉസ്താദിൻ്റെ വീട് നിർമ്മാണത്തിലേക്കൊക്കെ സഹായിച്ച ആളുകളുണ്ട്. യാ റബ്ബന, ഈ കാണുന്ന GPay നമ്പറിലേക്കൊക്കെ ഹദിയ ചെയ്തവരുണ്ട്. യാ അല്ലാ, എല്ലാവരുടെയും വിഷമതകൾ അതിൻ്റെ ഫലമെന്നോണം നീക്കണയല്ല, കണ്ണീരൊപ്പണയല്ല, കണ്ണുനീർ തുടയ്ക്കണയല്ല, മക്കളെ നേർവഴിയിലാക്കണയല്ല, മക്കളില്ലാത്തവർക്ക് സ്വാലിഹീങ്ങളായ സന്താനങ്ങളെ നീ പ്രദാനം ചെയ്യണയല്ല. അർഹമുർറാഹിമായ കരുണക്കടലായ റബ്ബേ, ഞങ്ങളുടെ കുടുംബങ്ങളിൽ സമാധാനം തരണയല്ല. എത്രയെത്ര അസുഖബാധിതരാൻ നീ പരിപൂർണ ശിഫാ നൽകണയല്ല, ആജിലായ ശമനം തരണയല്ല. കരുണക്കടലായ കരുണാവാരിധിയായ റബ്ബേ, പടച്ചോനെ, നീയല്ലാതെ ഞങ്ങൾക്കൊരു തുണയില്ലല്ല. ഈ സ്വബാഹുൽ ഖൈറിലൂടെ പരസ്പരം ഒരു കുടുംബമായി ഞങ്ങൾ ദുആ ചെയ്യുമ്പോൾ ഞങ്ങൾക്ക് എല്ലാവർക്കും അതിൻ്റെ ഫലം നീ നൽകണയല്ല. സിഹറുകൾ, കണ്ണേറുകൾ ബാത്തുലാക്കണയല്ല. ഞങ്ങളിൽ നിന്ന് വിട പറഞ്ഞ മാതാപിതാക്കൾ, ബന്ധുമിത്രാദികൾ, ഇണകൾ, സന്താനങ്ങൾ പലരും ഇന്ന് ഖബറിലാണ്. എല്ലാവർക്കും മഗ്ഫിറത്ത് നൽകണയല്ല. പടച്ചവനെ, ഞങ്ങളുടെ തൊഴിലിൽ ബറക്കത്ത് ചെയ്യണയല്ല. കടബാധ്യതകൾ ഏറ്റെടുക്കണയല്ല. ഗർഭിണികൾക്ക് സുഖപ്രസവം നൽകണയല്ല. വീടില്ലാത്തവർക്ക് ഖൈറായ ഭവനം നൽകണയല്ല. വിവാഹപ്രായമെത്തിയവർക്ക് അനുയോജ്യരായ ഇണകളെ നൽകണയല്ല. ഞങ്ങളെ നീ പെട്ടെന്ന് വിളിക്കണയല്ല. ഞങ്ങളെയും ഞങ്ങളിൽ നിന്ന് വിട പറഞ്ഞവരെയും അഷ്റഫുൽ വറാ ത്വഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടൊപ്പം നിൻ്റെ ലിഖായിൽ ഒരുമിപ്പിക്കണയല്ല. സ്വബാഹുൽ ഖൈർ കുടുംബത്തെ നീ ചേർത്ത് പിടിക്കണയല്ല. ബിഹഖി സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സ്വല്ലി അലൈഹി വസല്ലിം. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.